ഹലോ ഫ്രണ്ട്സ്, A4 ഓട്ടോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന വാഹനം ഹൂണ്ടയുടെ നിയോസ് എന്ന് പറയുന്ന വാഹനമാണ്. അപ്പോൾ ഹൂണ്ടയുടെ ലേറ്റസ്റ്റ് മോഡൽ വാഹനമായ നിയോസ് ആണ് നമ്മുടെ മുന്നിൽ നിന്നുള്ളത്. അപ്പോൾ നാളെ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യുക. അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്കതിൽ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് വാഹനം നമ്മുടെ ഇന്ത്യയിൽ വിപണിയിൽ വരുമ്പോഴത്തേനും ഹൂണ്ടൈ ഗ്രാൻഡ് ഐ10ൻ്റെയും അതുപോലെ തന്നെ എലൈറ്റ് ഐ20യുടെയും ഇടയിലുള്ളൊരു സെഗ്മെൻറ്റായിട്ടാണ് ഈ വാഹനം ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അതിനേക്കാളൊക്കെ ഒത്തിരി ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ ഉണ്ട് എന്ന് വേണം പറയാനായിട്ട്. അതുപോലെ തന്നെ എന്നാൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൽ ഐ10 ഗ്രാൻഡിനെ കാട്ടി ഒത്തിരി ഫീച്ചേഴ്സൊക്കെ വന്ന് ഇറങ്ങിയിരിക്കുന്നൊരു വാഹനമായിട്ടാണ് നമുക്ക് ഈ ഒരു വാഹനത്തെ പറയേണ്ടതായിട്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി A4 ഓട്ടോയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. വളരെ മനോഹരമായ ഒരു കേസ്കേഡിംഗ് ഗ്രില്ലാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുപോലെ ഗ്രില്ലിന് ഇരുവശത്തുമായിട്ട് ഒരു ബൂമറാങ് ഷേപ്പിലുള്ള LED ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹെഡ് ലാമ്പുകളെല്ലാം തന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് ഫോഗ് ലാമ്പ്സൊക്കെ നൽകിയിട്ടുണ്ട്. ഫോഗ് ലാമ്പിന് ചുറ്റുമായിട്ടൊരു ക്രോമിയം ഫിനിഷൊക്കെ നൽകിയിട്ടുണ്ട്. അത് കാണാനൊക്കെ വളരെ ഭംഗിയുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു 15 ഇഞ്ച് വലിപ്പമുള്ള ഒരു അലോയ് വീലൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അത് കാണാനൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടെന്ന് വേണം പറയാനായിട്ട്. അതുപോലെ സൈഡിൽ ചെറിയ കട്ടിങ് പോലെയൊക്കെ നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു സൈഡ് വിൻഡോ ഗ്ലാസ്സുകളൊക്കെയാണ് നിയോസിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ടേണിംഗ് ഇൻഡിക്കേറ്റർ ലൈറ്റ്സോടുകൂടി വരുന്ന ആ ഒരു സൈഡ് വ്യൂ മിററൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്രോമിയത്തിൽ ഫിനിഷ് ചെയ്ത ഡോർ ഹാൻഡിലൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ കീലെസ് എൻട്രിയുടെ ഒരു ബട്ടൺ ഇവിടെ കാണുന്നുണ്ട്. പെട്രോൾ, ഡീസൽ എന്നീ 2 ഓപ്ഷനുകളിലാണ് ഈ ഒരു വാഹനം എത്തുന്നത്. നിലവിലുള്ള ഗ്രാൻഡ് ഐ10ൽ നിന്ന് തന്നെ എടുത്ത എഞ്ചിനുകളാണ് പുതിയ വാഹനത്തിലും. എന്നാൽ നിയോസിൽ വരുവാനിരിക്കുന്ന BS6 നിലവാരത്തിലേക്ക് ഇവ പരിഷ്കരിച്ചിട്ടുണ്ട്. ടാറ്റ ടിയോഗയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു ടെയിൽ ലാമ്പൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തൊട്ട് താഴെ തന്നെ റിഫ്ലക്ടർ ലൈറ്റ്സ് എല്ലാം വളരെ മനോഹരമായിട്ട് കട്ട് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ഗ്രാൻഡ് ഐ10 എന്നുള്ള ആ ഒരു ബാഡ്ജിങ് പിൻഭാഗത്ത് വളരെ മനോഹരമായിട്ട് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റിൻ്റെ ആ ഒരു സീക്വൻസും കാര്യങ്ങളെല്ലാം നമുക്ക് മുകളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊരു ടോപ്പ് എൻഡ് മോഡൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു ആസ്ഥ എന്നുള്ളൊരു ബാഡ്ജിങ് പിൻഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സെൻസറും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിറങ്ങിയിരിക്കുന്ന വാഹനമാണിത്. പിൻഭാഗത്ത് എവിടെ ഒരു ക്രോമിയത്തിൻ്റെ ഘടന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഗ്രാൻഡ് ഐ10ൻ്റെ അതിലായാലും ആസ്ഥയിലായാലും അതുപോലെ തന്നെ ഒരു ഹൂണ്ടയുടെ ലോഗോയിലായാലും നിയോസിലായാലും എവിടെയായാലും നമുക്കൊരു ക്രോമിയത്തിൻ്റെ ഫിനിഷിങ് നമുക്ക് എല്ലായിടത്തും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു റിയർ വ്യൂ ക്യാമറയൊക്കെ ഈ ഒരു വാഹനത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ഗ്രാൻഡ് ഐ10ൻ്റെ ആ ഒരു സിഗ്നേച്ചറും കാര്യങ്ങളെല്ലാം പിൻഭാഗത്ത് ഒരു സി പില്ലറിലായിട്ട് നൽകിയിരിക്കുന്നു. അതിന് തൊട്ട് പിന്നിലായിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ നൽകിയിരിക്കുന്നു. അത് വളരെ മനോഹരമായിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഇൻ്റഗ്രേഷനോട് കൂടിയ റൂഫ് റെയിൽസൊക്കെയാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനെയും ഈ ഒരു വാഹനത്തിൽ പിന്നിലായിട്ട് നൽകിയിരിക്കുന്നു. അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു ബ്രേക്കിംഗ് ലൈറ്റിൻ്റെ ആ ഒരു സീക്വൻസാണ് ബാക്കിൽ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി നിലവാരമുള്ള ആ ഒരു വൈപ്പറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്.
നിലവിൽ വിപണിയിലുള്ള ഗ്രാൻഡ് i10ലും കൂടുതൽ വിശാലവും അതുപോലെ തന്നെ പ്രീമിയവുമാണ് ഗ്രാൻഡ് i10 നിയോസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിയോസ് എന്ന വാക്കിനർത്ഥം തന്നെ അധികം എന്നതിനാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിർമ്മാതാക്കളുടെ പുതിയ ഡിസൈൻ ശൈലി പ്രകാരം പുതിയ സ്റ്റൈലിങ്ങിലാണ് ഈ ഒരു പുതിയ വാഹനം എത്തുന്നത്. പുതിയ കാസ്കേഡിംഗ് മുൻഗ്രില്ലും അതുപോലെ തന്നെ പ്രൊജക്ടർ ടെയിൽ ലാമ്പുകളും റാപ്പ് അറൗണ്ട് LED ടെയിൽ ലാമ്പുകൾ എന്നിവയാണ് പ്രധാന മാറ്റങ്ങളായി ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രില്ലിൻ്റെ ഇരുവശങ്ങളിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന LED ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകൾ അതൊരു പ്രത്യേക പ്രീമിയം ലുക്ക് നൽകുന്നതായി നമുക്ക് തോന്നിക്കും. സീറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടൊക്കെ നൽകുന്ന സീറ്റാണെന്ന് വേണം പറയാനായിട്ട്. കാരണം ഈ സീറ്റ് ഏകദേശം അത്യാവശ്യം ബാക്കോട്ടാണ് ഇട്ടിരിക്കുന്നത്. എങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു സ്പേസൊക്കെ ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ഒരു സീറ്റിംഗ് ആണെന്ന് വേണം പറയാനായിട്ട്. വേറെ ഇവിടെ ഫ്ലാറ്റായിട്ടാണ് ഇരിക്കുന്നത്. വേറെ തടസ്സങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രകൾക്കൊന്നും വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നിയോസിൽ വന്നിരിക്കുന്നത്. ആ ഹണികോം ഡിസൈനിലുള്ള ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളെല്ലാം ഡോർ പാറ്റേണിലും നൽകിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു AC വെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല കൂളിംഗ് കാര്യങ്ങളൊക്കെ നൽകുന്ന രീതിയിലുള്ള ഒരു AC വെൻറ്റൊക്കെയാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് പിൻഭാഗത്തിൽ നിന്നുള്ള ആ മുന്നിലൊരു കാഴ്ച. വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട്. അത്യാവശ്യം നല്ല പ്രസന്നതയൊക്കെ തരുന്ന രീതിയിലുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ് നൽകിയിരിക്കുന്നത്. പിന്നിലൊരു റീഡിംഗ് ലാമ്പൊക്കെ നൽകിയിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഗ്രാൻഡ് i10 നിയോസിൻ്റെ ഉൾഭാഗത്താണ്. ഒരു വളരെ ലക്ഷറി ഫീലിംഗ് ഒക്കെ നൽകുന്ന ഒരു വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം പ്രസന്നതയൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഇൻറ്റീരിയറാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഈ ഒരു വാഹനം എന്ന് വേണം പറയാനായിട്ട്. സീറ്റിംഗ് ആണെങ്കിൽ തന്നെ അത്യാവശ്യം ഇരിക്കാനൊക്കെ നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാൻഡ് i10 വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നിയോസിൽ വരുമ്പോഴത്തേനും അധികം ധാരാളം ഫീച്ചേഴ്സൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മൾ എവിടെയും കാണാത്ത രീതിയിലുള്ള ഒരു ഇൻറ്റീരിയറാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. പഴയ i10 ഗ്രാൻഡിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു നിയോസ് എന്തുകൊണ്ട് ബെറ്റർ ആണെന്ന് വേണം പറയാനായിട്ട്. അത് ഈ ഒരു വാഹനത്തിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാം. ഒരു ഹണികോം പാറ്റേൺ ടെക്സ്ചറിലുള്ള ആ ഒരു ഫ്രണ്ട് ഡാഷ്ബോർഡാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു. ഒരു വയർലെസ്സായി ചാർജ് ചെയ്യാവുന്ന ഒരു പോർട്ടും താഴെ നൽകിയിരിക്കുന്നു.
വളരെ മനോഹരമായ ഒരു ഡിജിറ്റൽ ക്ലസ്റ്ററാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ആവശ്യമുള്ള ഈ വാഹനത്തെ സംബന്ധമായ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. കോൾ അൻഡേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ചെറിയ എയർ ബാഗും ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ നൽകിയിരിക്കുന്നു. ഹോണ്ട എന്നുള്ള ബാഡ്ജിങ്ങും വളരെ മനോഹരമായി തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൽ വരുന്ന ബോട്ട് കപ്പാസിറ്റി എന്ന് പറയുന്നത് 260 ലിറ്ററാണ്. അപ്പോൾ അത്യാവശ്യം ദൂരയാത്ര പോകുന്നവർക്കാണെങ്കിൽ പോലും അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ച് ദൂരയാത്ര പോകാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ബൂട്ട് ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയേണ്ടതായിട്ടുണ്ട് ഈ ഒരു നിയോസിൽ. 81 bhp കരുത്തും അതുപോലെ 114 Nm ടോർക്കും പുറപ്പെടുവിക്കുന്ന 1.2 ലിറ്റർ കാപ്പ പെട്രോൾ യൂണിറ്റാണ് വാഹനത്തിൽ വരുന്നത്. 1.2 ലിറ്റർ CRDA ഡീസൽ എഞ്ചിന് 76 bhp കരുത്തും 190 Nm ടോർക്കും പരമാവധി സൃഷ്ടിക്കാനാവും. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണ് അടിസ്ഥാനമായി നിയോസിൽ വരുന്നത്. ഓപ്ഷണലായിട്ട് ഓട്ടോമാറ്റിക് AMD ഗിയർ ബോക്സും കമ്പനി നൽകുന്നു. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഫ്രണ്ട് സീറ്റുകൾക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തോന്നിപ്പോയി. അതുമാത്രമല്ല ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റ് ബെൽറ്റും ഈ വാഹനത്തിന് നൽകിയിട്ടില്ല. അതുപോലെ ഈ ഒരു ആസ്ത മോഡൽ ടോപ്പ് എൻഡ് മോഡൽ വരുമ്പോഴത്തേനും ഒരു മാനുവലായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓട്ടോമാറ്റിക് വേർഷൻ കൂടി കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ഇതൊക്കെ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ വാഹനം ടോട്ടലി അത്യാവശ്യം നല്ല പെർഫോമൻസും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് ഇറങ്ങിയിരിക്കുന്ന ഒരു വാഹനം എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമ്മൾ കണ്ടുമുട്ടുന്നവരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി.